കാത് കുത്തണാ? എന്തിനാണ് കാത് കുത്തണേ? എന്തിനാ കാത് കുത്തണേ? കുത്തിട്ട് എന്തിനാണ്? വേദനാവോ കുത്തിട്ടാ? കമ്മലിടണം. ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഈ ഫുട്ടിൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു, 5 വയസ്സ് കഴിഞ്ഞ ബർത്ത്ഡേ. അപ്പം അവളെ കൂട്ടി ഞങ്ങളൊന്ന് പുത്തനാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് അവൾക്ക് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങണം, ഗിഫ്റ്റ് വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ കാതും കുത്തണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും കാത് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഹലാമാൾക്കാണ് പോയത്, അവിടെ നിന്നാണ് കേക്കൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഫീഡിങ് റൂം തിരഞ്ഞിട്ടാണ് പോയത്. താത്തയും കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി കരണ്ടാന്ന് വിചാരിച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് വേണം നമുക്ക് സാധനം വാങ്ങാൻ വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല സാധനം വാങ്ങാറ് വീട്ടിലുള്ള. പക്ഷേ മഴേൻ്റെ സാഹചര്യം കാരണം എൻട്രൻസിൻ്റെ അവിടെ കയറുന്ന വീഡിയോ പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മഴ പെയ്തുകൊണ്ട്. അപ്പം സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് തോന്നി. കാരണം ചെറിയ കുട്ടി കൂടെ ഉണ്ടായതുകൊണ്ടും ഈ കുട്ടിക്ക് മഴ നനഞ്ഞിപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കാനായല്ലോ, അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് കയറിയത്. അതിനുശേഷമാണ് ജ്വല്ലറിക്കൊക്കെ പോയത്. പിന്നെ ഞങ്ങളത് 3rd ഫ്ലോറിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പോയത്. ഫുഡ് നമുക്ക് സത്യം പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിയപ്പോൾ അധികം നേരം വൈകിയിരുന്നു കേട്ടോ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ 1 മണിക്കൂറിന് മേലായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഡിലേ ആയിരുന്നു ബില്ലിങ്ങിൻ്റെ അവിടെ. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരുന്നു. അതിൻ്റെ ശേഷം താത്താൻ്റെ കുട്ടിനെ വീണ്ടും ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു 2nd ഫ്ലോർക്ക് പോയി. 3rd ഫ്ലോറിൽ ഞാൻ ഈ കുട്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇഫോലെ കൂടെ പോവുകയായിരുന്നു. പിന്നെ ഇഫോനെ പിടിച്ച് വെച്ച് ഞാൻ ഫുഡൊക്കെ പോയി വരൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഫീഡ് ചെയ്യിപ്പിക്കാൻ പോയി. ആ സമയത്ത് നമ്മൾ നെസ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നെസ്സി അവിടെ അവളെ അമ്മാൻ്റെ കൂടെ വന്നാന്ന് തോന്നുന്നുണ്ട്. ദുബായിൽ നിന്ന് പോയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ ഇവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ എപ്പോഴാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഈ ഫുഡ് ഫോണിലൊക്കെ കുറച്ച് നേരം അമ്മാൻ്റെ ഫോൺ കൈക്കലാക്കി ഇരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാനുള്ള പ്ലാനായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ലോഡഡ് ഫ്രൈസും പിന്നെ മിൻറ്റ് ലൈമും പൈനാപ്പിൾ ലൈമും ആയിട്ട് ഓർഡർ ചെയ്ത്. ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ആവട്ടാണ്. 20 മിനിറ്റ് ഒന്നല്ല, 1/2 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഫുഡ് വന്നതിൻ്റെ ശേഷം അവർ വന്നതിൻ്റെ ശേഷം കഴിക്കാൻ വിചാരിച്ചു. ഫുഡ് വന്ന അമ്മക്ക് വിളിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു. അങ്ങനെ ഫുഡ് ഇതായെത്തി. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോഡഡ് ഫ്രൈസ്. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇഫ് കുട്ടി ലെയിമാണ് ആദ്യം ദാഹിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾ വേഗം ലെയിം കുടിച്ചു. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മയും താത്തയും വേഗം വന്നു. ഫുഡ് വന്നിട്ടുണ്ട്, നമുക്കിത് കഴിച്ചിട്ട് വേണം കേക്ക് ഇതാക്കാനും. പിന്നെ എൻ്റെ ബ്രദറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലില്ലി. ഓൻ വന്നിട്ടുണ്ടായിരുന്നു. ഓന് വന്നിട്ട് ഞാൻ ലില്ലി എന്നിട്ട് വിളിക്കല്ലേ. ശരിക്കും ആളെ പേര് നിസാം എന്നാണ്. അപ്പോൾ കേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്ട് ഓനക്ക് വർക്കിൻ്റെ ഒരു ഇതുകൊണ്ട് കുറച്ച് നേരം വൈകിയാവും വരാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിക്കണ നേരത്തെ ഒന്നും എത്തിയില്ല. പിന്നെ കേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തുള്ള കഫേ തന്നെ കയറി അവിടെ പോയിട്ട് കേക്കൊക്കെ നോക്കി. പിന്നെ ചോക്ലേറ്റിൻ്റെ കേക്കാണ് നമുക്കിഷ്ടം. അപ്പോൾ ഈ കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. അവിടെ തന്നെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പോൾ നല്ല അടിപൊളി കേക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. കേക്കൊക്കെ മുറിക്കണം ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് മുറിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മുറിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് അവളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചാണ്. പക്ഷേ അത് സക്സസ് ആയില്ല. ഞാൻ തന്നെ പോയി മുറിച്ച് കൊടുക്കേണ്ടി വന്നു. ഒറ്റയ്ക്ക് മുറിച്ചത് കഷ്ണം കേടെടുത്തായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടും നല്ല ഞാൻ മുറിച്ച് കൊടുക്കണില്ലേ എന്ന് വിചാരിച്ച് ഞാനും കൂടി നല്ലപോലെ മുറിച്ച് കൊടുത്തു. നൈഫ് വാങ്ങാനൊക്കെ ഭയങ്കര ഉഷാറാണ്, പക്ഷെ അത് മുറിച്ച് എങ്ങനെയാന്നുള്ള അറിയില്ല. ആ കാണുന്ന ആവേശമൊന്നും കഴിക്കാൻ പോലും ഇല്ല ആൾക്ക്. മുറിക്കണ മാത്രം ഭയങ്കര താല്പര്യമുള്ളൂ. പെട്ടെന്ന് അങ്ങനെ കുറേ കഴിക്കൊന്നുമില്ല. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി താത്താക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. കുട്ടി ഭയങ്കര കരച്ചിലിരുന്നു. ആ കരച്ചിൽ സൈക്കായിട്ട് തന്നെ ഓട്ടോ വിളിച്ച് താത്ത പോണ്ടി വന്നിട്ടാണ് പെട്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താത്ത കുട്ടിനെയും കൊണ്ട് പോയതുകൊണ്ട് ഒരു സന്തോഷം പോയി. ചെറിയ കുട്ടി കരയണ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കേക്ക് വീട്ടിൽ പാർസൽ ചെയ്തെടുക്കാമായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ പോയത് തവക്കൽ ജ്വല്ലറിക്കാണ് കേട്ടോ. അവിടെയാണ് ഈ കുട്ടിക്ക് പാദസരം എടുക്കാനുണ്ട്. പിന്നെ സ്കൂളൊക്കെ തുടങ്ങിയ വെള്ളീൻ്റെ നല്ലൊരു പാദസരം എടുക്കാമെന്ന് വിചാരിച്ചു. ഉളപ്പച്ചിൻ്റെ ഗിഫ്റ്റാണ്. ഉപ്പപ്പാൻ്റെ ഗിഫ്റ്റ് കമ്മലായിരുന്നു, ഗോൾഡിൻ്റെ. പക്ഷേ ഗോൾഡിൻ്റെ കമ്മൽ കുത്തിയ പാടനെ ഇടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എടുത്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ കാതൊക്കെ പഴുക്കാണ്ടൊക്കെ ഇരിക്കട്ടെ, എന്നാലേ കുത്തിയിട്ടുള്ളൂ. ഭയങ്കര ആങ്സൈറ്റിയാണ് അവൾക്ക്. ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് കുത്താൻ പോകാമെന്നൊക്കെ പറയാൻ ഭയങ്കര താല്പര്യം. പിന്നെ ഒക്കെ ഡൗട്ട് തന്നെ തുടങ്ങി. പിന്നെ പാദസരം ജസ്റ്റ് ഡിസൈനൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതാണ്. ഞാൻ ഒരുപാട് കൊല്ലങ്ങൾ മുന്നേ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ തന്നെ ഇരുന്ന് യൂസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ കല്ലുള്ള ടൈപ്പൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. കല്ല് ഇപ്പോൾ ഇനി അവൾ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഇട്ട് കൊടുക്കേണ്ട വിചാരിച്ചു. ഇങ്ങനത്തെ ടൈപ്പ് ആകുമ്പോൾ അധികം പെട്ടെന്ന് ഡാമേജ് ഒന്നും ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് 2 കെട്ടി കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായിക്കണ്. അവൾ അത്
കിൽക്കിയൊക്കെ നടന്നു. ഈ കാത് കുത്താൻ പോണ്ടേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ ഇൻട്രസ്റ്റ് ഉള്ള പോലെ തന്നെ നല്ലപോലെ ഇരുന്ന് കൊടുക്കുമെന്നായിരുന്നു എൻ്റെ പേടി. കാരണം എന്തായാലും ചെറുങ്ങനെ ഒരു പെയിന് വരുമല്ലോ. അപ്പം അത് സമ്മതിച്ചു കൊടുത്താൽ മതിയിരുന്നു എന്നാണ്. പിന്നെ അവിടെ തന്നെ ഞാനങ്ങോട്ട് അത് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി കെട്ടിക്കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതാവും, കുളത്ത് നല്ലപോലെ ഇടാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ട്. പിന്നെ അവൾക്ക് തന്നെ അതാണ് താല്പര്യം. പിന്നെ മറ്റേടത്ത് കയറിയിട്ട് കാത് കുത്തുന്ന സമയത്തായിരുന്നു ആളെ ഇൻട്രസ്റ്റൊക്കെ അവിടെ എത്തിയപ്പോൾ പോയി. കാരണം ഈ പഞ്ഞി നനക്കുമ്പോൾ സാനിറ്റൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് തണുപ്പിക്കുള്ളൂ. നമ്മൾ ഈ സൂചിയൊക്കെ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യൂലേ, സ്പിരിറ്റ് തേക്കൂലേ, അതേ ഫീലാണ് അവൾക്ക് കാതിൽ അവർ ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് വേദനയുള്ള എന്തോ പരിപാടിയാണെന്ന്. പിന്നെ അവളെ കാണുന്ന സന്തോഷമൊന്നും ഉണ്ടായില്ല, ഫുള്ള് കരച്ചിലായിരുന്നു. പിടിച്ചു വെച്ചിട്ടാണ് പിന്നെ ചെയ്യിപ്പിച്ചത്. ഇത്ര ഉള്ളൂട്ടാ. ജസ്റ്റ് അത് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. വീഡിയോ എടുക്കാൻ നല്ലപോലെ പറ്റില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് അപ്പുറത്തെ സൈഡ് എടുക്കുന്നു പറഞ്ഞു. അവളെ കരച്ചിലാവും ആദ്യം കാണാന്നുള്ളത് ഞാൻ ഉറപ്പിച്ചായിരുന്നു. ആ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു കേട്ടോ. ഓളെ കരച്ചിൽ കേട്ടിട്ട് അവിടെയുള്ള കാക്കാരൊക്കെ ഓടിയിരുന്നു. എന്താ ഇങ്ങനെ കരഞ്ഞു വിചാരിച്ചിട്ട് ഓള് ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്ത് വേദന ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ പിന്നെ അത് കുത്തുമ്പത്തെ ആ വേദന ഉണ്ട്. അപ്പോൾ അതിനെ ജ്വല്ലറിക്ക് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഓള് ഓക്കെ ആയിട്ടാ. ഞാൻ വിചാരിച്ച് കുറേ നേരം കരയൊക്കാരെന്ന്. പക്ഷേ ഞാനും കുറേ കാത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, 6 സ്റ്റഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാം അത് പെയിനുള്ള കാര്യം തന്നെയാണെന്ന്. പക്ഷേ നമുക്ക് ഏറ്റവും താഴെ കുത്തുമ്പോൾ അത്രയും പെയിൻ ഉണ്ടാവില്ല. അവർ ബലൂണൊന്നും കൊടുത്തിട്ട് അവൾ വാങ്ങിയില്ല. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ വീട്ടിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാണ്ടായിരുന്നു. നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. പിന്നെ ബ്രദർ പോയി, അവന് ഉമ്മക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ പോകാനുള്ള ധൃതിയിലോ വീട്ടിലൊന്നും കയറിയില്ല. കേക്ക് വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം പറഞ്ഞിട്ട് കേക്ക് അങ്ങോട്ടും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ ഈ ഫുട്ടി കണ്ണാടിയിലൊക്കെ ഭയങ്കര കടാട്ടിലായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാത് വെച്ച് നല്ല രസമുണ്ട്, ഞാൻ സുന്ദരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പൊക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.